സുജാതൻ തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കണം എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ എന്തുകൊണ്ട്? സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട്. നേരത്തെ അദ്ദേഹം ഒരു പ്രോ കോൺഗ്രസ് നിലപാടിൽ നിൽക്കുന്ന ഒരു SFI ആയിരുന്നു എന്നും പറയാറുണ്ട്. അത് ഫാത്തിമ കോളേജിൽ പഠിക്കുന്ന കാലത്ത്, എൻ്റെ ഒക്കെ കാലത്തിന് ശേഷം ഫാത്തിമ കോളേജിൽ പഠിച്ച ആളാണ്. ഞാൻ അപ്പുറത്ത് ശ്രീനാരായണ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ആ സമകാലികനാണ് ഒരു അർത്ഥത്തിൽ. പക്ഷേ സുരേഷ് ഗോപി സിനിമയിൽ വളരെ പ്രമുഖനായ നടനായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സും ചായവും കോൺഗ്രസ്സിനോടായിരുന്നു. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ പോക്ക് അത് അദ്ദേഹത്തെ മടുപ്പുണ്ടാക്കുകയും അദ്ദേഹം പെട്ടെന്ന് തന്നെ BJPയുടെ ദേശീയ രാഷ്ട്രീയവുമായും ദേശീയതയുമായിട്ടൊക്കെ തനിയെ ഐഡൻറ്റിഫൈ ചെയ്ത് വരികയും ചെയ്തു. ആ മാറ്റം അദ്ദേഹത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തകൻ്റെ അഭിവാഞ്ചയും പലപ്പോഴും ഞാൻ എറണാകുളത്തൊക്കെ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിലുള്ള എൻ്റെ ചില സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹം ചില ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ചില ചിത്രങ്ങളും വാർത്തകളും ഒക്കെ ഞാൻ പത്രത്തിലൊന്ന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് നരേന്ദ്രമോദിയെ കാണുന്നു, BJP രാഷ്ട്രീയത്തിലേക്ക് വരുന്നു. അങ്ങനെ അദ്ദേഹം സജീവമായിട്ട് രംഗത്ത് വന്നു. അദ്ദേഹം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ഊർജ്ജസ്വലമാക്കി. നിയമസഭയിലേക്കും അവിടുത്തെ ലോക്സഭാ സീറ്റിലും മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് നല്ല ഒരു വോട്ട് ക്യാച്ചർ എന്ന ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം BJP ഇതുവരെയും കടന്നു ചെന്നിട്ടില്ലാത്ത മേഖലകളിലേക്കൊക്കെ തൻ്റെ ഒരു സിനിമാ താരം എന്ന ഇമേജ് കൂടാതെ ജനസ്നേഹം ആത്മാർത്ഥമായി പ്രകടിപ്പിച്ചുകൊണ്ട് സേവന സന്നദ്ധനായി ഇറങ്ങിച്ചെല്ലുന്ന ഒരു നേതാവിനെയാണ്. നമ്മൾ അത്തരം നേതാക്കളെയാണ് ഏത് പാർട്ടിയിലും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ പോലെ മനുഷ്യവർഗപ്രേമിയായ ഒരാൾ രാഷ്ട്രീയത്തിൽ വരുന്നത് അത് ഇടത് വലത് ഭാഗത്ത് എവിടെയായാലും നമ്മൾ സ്വാഗതം ചെയ്യും. അതുകൊണ്ട് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ലോക്സഭയിലെത്തണം, നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നിയമനിർമ്മാണ സഭയിലെത്തണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടുള്ള എൻ്റെ കൂറ് പ്രഖ്യാപനമല്ല, അദ്ദേഹത്തിൻ്റെ മനുഷ്യനോടുള്ള എൻ്റെ ആഭിമുഖ്യമാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മണ്ഡലത്തിൽ നിൽക്കുന്നതിന് മുമ്പ് തന്നെ ധാരാളം കീറാമുട്ടികൾ നേരിടേണ്ടി വന്നു. CPM ഒരു നന്മയുള്ള മനുഷ്യനോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തവണ്ണം അദ്ദേഹത്തിന് വേട്ടയാടി. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു മാധ്യമ പ്രവർത്തകരെ കൊണ്ട് തന്നെ കേസ് കൊടുപ്പിച്ചു. പിന്നെ ഇപ്പോൾ പണ്ട് കോയമ്പത്തൂരിൽ നിന്ന് വാങ്ങിയ കാറിൻ്റെ പോണ്ടിച്ചേരി വാങ്ങിയ വടകരയിലെ സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരെ സൈബർ ആക്രമണത്തിനെ പറ്റി ഇപ്പോൾ അവര് പാർട്ടിക്കാര് വളരെ ഇത് പറയുന്നുണ്ട്, വിഷമം പറയുന്നുണ്ട്. സുരേഷ് ഗോപിയെ എത്ര ആക്രമിച്ചതാണ് അവര് സൈബർ ലോകത്തോടി. എന്നിട്ട് പഴയ കേസുകളൊക്കെ വീണ്ടും കുത്തിപ്പോക്കുന്നു. എന്നിട്ട് അദ്ദേഹം തൃശ്ശൂരിൽ പള്ളിക്ക് സംഭാവന കൊടുത്ത കിരീടത്തെ ചൊല്ലി വരെ വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ സ്വർണത്തിൻ്റെ മൂല്യത്തെക്കുറിച്ച് വരെ മാറ്റുരയ്ക്കാൻ തുടങ്ങി. അദ്ദേഹം ആദ്യമേ അത് പറഞ്ഞിരുന്നതാണ്, അത് എത്രയാണുള്ളത് എന്നൊക്കെയാണ് ആ കാലത്തെ പത്രങ്ങളിലും വന്നിട്ടുള്ളതാണ്. അല്ല, ഒരാളിൻ്റെ രാഷ്ട്രീയ നിലപാടിനെ എതിർക്കാൻ കയ്യിൽ പോയിൻ്റൊന്നും ഇല്ലാതെ വരുമ്പോൾ മറ്റു കാര്യങ്ങൾ പറയുകയും വ്യക്തിഹത്യ നടത്തുകയും ചെയ്യുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിനിടയിൽ ഒരു ദുരുപദിഷ്ട പ്രവർത്തനമാണ്. ഇത് ഒട്ടും അപലക്ഷണീയമല്ല. നേതാക്കൾ വീണ്ടും വിചാരം നടത്തേണ്ടതാണ്. സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായി നേരിടുക, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടുകളെ വിമർശിക്കുക, അതിനൊക്കെയുള്ള സ്പേസ് ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. എന്നിരിക്കെ ഒരാളെ വ്യക്തിപരമായി നിന്ദിക്കുക, അദ്ദേഹത്തെ പറ്റി ഇല്ലാ കഥകൾ പറയുക, ഒന്നുമില്ലെങ്കിൽ മോർഫ് ചെയ്ത ഫിഗർ വിടുക. ഇപ്പം അത് KK ശൈലജയ്ക്ക് തന്നെ വിനയായി തുടങ്ങിയല്ലോ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒരു ഇലക്ഷൻ കാലത്ത് ഇങ്ങനെ അപവാദങ്ങളൊക്കെ ഉണ്ടാകാമായിരിക്കും. പക്ഷേ അത് ഒഴിവാക്കുന്നതാണ് ഒരു പരിഷ്കൃത സമൂഹത്തിന് നല്ലത്. തൃശ്ശൂർ നമ്മുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. അവിടെ മത്സരിക്കുന്ന സുരേഷ് ഗോപിക്ക്
ഈ എല്ലാ രാഷ്ട്രീയ പരിഗണനകൾക്കും ഉപരിയായി ജനങ്ങളുടെ പിന്തുണ കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ സി പി എമ്മിൻ്റെയും അവരുടെ ഒപ്പം നിൽക്കുന്ന ഈ സാംസ്കാരിക നായകർ വല്ലപ്പോഴും ഒക്കെ സാംസ്കാരിക നായക പട്ടം പുറത്തെടുക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഒക്കെ വേട്ട കൊണ്ട് സുരേഷ് ഗോപിക്കൊരു സഹതാപം അവിടുത്തെ വോട്ടർമാരുടെ കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം അങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടാവുമ്പോൾ അത് ആ സ്ഥാനാർത്ഥി ജയിക്കാനായിട്ട് എപ്പോഴും സഹായിക്കുകയും ചെയ്യും. അതെ, രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. ഒന്ന് കരുവന്നൂരിലെ ബാങ്ക് കുംഭകോണം, അതിൽ ആദ്യം ഇടപെട്ട് ഒരു പ്രകടനം നടത്തിയ ആൾ സുരേഷ് ഗോപിയാണ്. അവിടുത്തെ ഇടത് പാർട്ടിക്കെതിരെ ഒരു നല്ല സമരം നടത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് പിന്നെ സുനിൽകുമാറും കെ മുരളീധരൻ പെട്ടെന്ന് അപ്രതീക്ഷിതമായും അവിടെ സ്ഥാനാർത്ഥിയായി വന്നത്. കെ മുരളീധരൻ്റെ ഒരു രാഷ്ട്രീയ തട്ടകം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ്. അല്ല, കെ മുരളീധരനെ നിർത്തിയത് തന്നെ സുരേഷ് ഗോപിയെ ഭയക്കുന്നു എന്നുള്ളതിൻ്റെ കൂടി തെളിവാണ്. കോൺഗ്രസ് അവിടെ സിറ്റിംഗ് MP പ്രതാപൻ മത്സരിച്ചാൽ പോരാ എന്ന് പാർട്ടിക്ക് തോന്നിയല്ലോ. പ്രതാപൻ സ്വമേധയാ പിൻവാങ്ങി. തൽസ്ഥാനത്ത് മുരളീധരൻ ഓടി വന്നു. മുരളീധരൻ ഒരു MP എന്ന നിലയിൽ പുതിയ ആളല്ല. അദ്ദേഹത്തിന് ട്രാക്ക് റെക്കോർഡുണ്ട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം ശരി ഒക്കെ നമുക്കറിയാം. അദ്ദേഹം ഒരു നല്ല പൊളിറ്റീഷ്യനാണ്. അതേസമയം തന്നെ ഒരു പുതുമുഖം എന്ന നിലയിൽ സുരേഷ് ഗോപിക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്, ഒരു ഫ്രഷ് ഫേസ് എന്ന നിലയിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് തൃശ്ശൂരിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ സുരേഷ് ഗോപി ആ പ്രചാരണം നല്ല നിലയിലാണ് മുമ്പോട്ട് കൊണ്ടുപോയത്. ഒരു വിവാദത്തിനും അദ്ദേഹം നിന്നില്ല. മറ്റവർക്ക് വേട്ടയാടാൻ വേണ്ടി നിന്ന് കൊടുത്തതുമില്ല. അതുപോലത്തെ പരാമർശങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായില്ല. നന്നായി അധ്വാനിച്ചിട്ടാണ് മുമ്പോട്ട് പോയിരിക്കുന്നത്. രണ്ട് എതിർ സ്ഥാനാർത്ഥികളെ കുറിച്ചും കുറ്റം പറഞ്ഞില്ല. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മാന്യതയായിട്ട് കാണണ്ടേ. അപ്പോൾ വേറെ കാര്യങ്ങൾ പറയാനുള്ള ആളുകൾക്ക് ഇങ്ങനെ വ്യക്തിഹത്യ നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. ആശയദാരിദ്ര്യം വരുമ്പോഴാണല്ലോ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആശയങ്ങളുള്ള ആൾ, സംസാരിക്കാൻ അറിയാവുന്നവർ, ജനങ്ങളോട് സംവദിക്കാൻ പറ്റുന്നവർക്ക്, ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലുള്ളവർക്ക് അവരുടെ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനത്തിന് തടസ്സമൊന്നുമില്ല കേരളം. ഇത് നമ്മളെപ്പോലെ തന്നെ തിരിച്ചറിയുന്ന ഒരാളാണ് മോദി. അതുകൊണ്ട് മോദിയുടെ നിർലോഭമായ പിന്തുണ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ ആകർഷിച്ചൊരു പ്രഖ്യാപനം ആ മണ്ഡലത്തിനെ കൂടി ബന്ധിപ്പിച്ചാണ് നടത്തിയത്. അതായത് കരുവന്നൂർ ബാങ്ക് പോലുള്ള തട്ടിപ്പുകളിൽ ഇരകളാകുന്ന നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കാൻ ED കണ്ടുകിട്ടുന്ന സ്വത്തുക്കൾ ലേലം ചെയ്ത് ആ പണം നൽകും എന്നൊരു പ്രഖ്യാപനം അദ്ദേഹത്തിന് ഉണ്ടായി. ദേശീയ തലത്തിൽ തന്നെ പുതിയൊരു നിയമനിർമ്മാണം വരാൻ പോവുകയാണ്. സുരേഷ് ഗോപിയുടെ കൂടി പിന്നെ ശ്രമഫലമായാണ് അത് ചെയ്തത്. അതിനകത്ത് ആലത്തൂരിലെ സരസ്വതി ടീച്ചർക്ക് ഒരു പങ്കുണ്ട്. അപ്പോൾ ഈ ദൃശ്യമായ ചില പ്രവർത്തനങ്ങളിൽ വേണ്ടി വന്നാൽ പുതിയൊരു നിയമം തന്നെ ഉണ്ടാക്കാവുന്ന തരത്തിൽ ഇടപെടാൻ പാർലമെൻറ്റിൽ ഇല്ലാത്ത ഒരാളിന് ഇപ്പോൾ പറ്റുന്നുവെങ്കിൽ അദ്ദേഹം അവിടെ വരേണ്ട ഒരാൾ തന്നെയല്ലേ. നിയമനിർമ്മാണ സഭയിൽ അംഗമായി വരികയാണെങ്കിൽ എന്തെല്ലാം വിപുലമായ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ നടത്താൻ സുരേഷ് ഗോപിക്ക് പറ്റും. അതെ, പിന്നെ അവിടുത്തെ വോട്ടർമാർ മറക്കാത്തൊരു കാര്യമാണ് സുനിൽകുമാറിൻ്റെ തന്നെ സഖാവായ ബാലചന്ദ്രൻ പ്രാണപ്രതിഷ്ഠയ്ക്ക് അടുപ്പിച്ച് ശ്രീരാമനെ പറ്റി ചീത്ത പറഞ്ഞ് ഇട്ടൊരു പോസ്റ്റ് പാർട്ടിയുടെ ശാസനം വാങ്ങി. അത് സുനിൽകുമാർ ജയിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമില്ല, അദ്ദേഹത്തിൻ്റെ ചേരിക്കും ആഗ്രഹമില്ല എന്നാണ് പാർട്ടി സഖാക്കളിൽ നിന്ന് കേൾക്കുന്നത്. നമ്മൾ ഒരാളിൻ്റെ നന്മ പറയുന്നതിന് മറ്റുള്ളവരുടെ കുറ്റം പറയണ്ട. പക്ഷേ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ വോട്ടർമാർ ഏറ്റെടുത്തു എന്നതാണ് ആ പൂരപ്പറമ്പിലെ കാഴ്ച പോലും നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ തലയെടുപ്പോടുകൂടിയാണ് സുരേഷ് ഗോപി നിൽക്കുന്നത്. അതെ.